ഈ ബ്രിട്ടീഷ് കാലത്താണ് ഈ പോലീസുകാരുണ്ടാവുന്നത്. ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു മർദ്ദനോപാധിയായിരുന്നു പോലീസ് സേന എന്നുള്ളത്. സ്വതന്ത്ര ഭാരതത്തിൽ അതൊക്കെ മാറി വരുന്ന ഭരണകൂടമൊക്കെ പോലീസ് സേന കൂടുതൽ ജനങ്ങളോട് അടുക്കാൻ വേണ്ടി ജനകീയ പോലീസ് സംവിധാനമൊക്കെ കൊണ്ടുവന്നു. എങ്കിലും പല പോലീസുകാർക്കും ഇപ്പോഴും പഴയ പാരമ്പര്യം, ബ്രിട്ടീഷുകാരന്റെ കാലത്തുള്ള പാരമ്പര്യം വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അവർ പെരുമാറുകയാണ്. പോലീസുകാർക്ക് മർദ്ദിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇന്ത്യയിൽ ഏത് നിയമമാണ് പോലീസുകാർക്ക് ഒരു കുറ്റവാളിയെ മർദ്ദിക്കാനുള്ള അവകാശം കൊടുക്കുന്നത്? അങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിയമം പൊളിച്ചെഴുതണം. പോലീസുകാർക്ക് ഉപദ്രവിക്കാനുള്ള അധികാരം കൊടുക്കണം. പോലീസുകാർക്ക് ബലം പ്രയോഗിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 2 തവണ മാത്രമാണ്. ഒന്ന്, ഒരു കുറ്റകൃത്യം നടക്കുന്നത് കാണുമ്പോൾ. 2, ഒരു കുറ്റവാളിയെ കീഴ്പ്പെടുത്താൻ ചിലപ്പോൾ ബലം പ്രയോഗിക്കേണ്ടി വരും. അല്ലാതെ ഒരു പോലീസുകാർക്കും ഉപദ്രവിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. പക്ഷെ എങ്ങനെയാണ് പോലീസുകാർ ഉപദ്രവിക്കുന്നത്? ഇപ്പൊ ജനങ്ങളുടെ ചിന്ത നാം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു ബലാത്സംഗ കേസിലെ പ്രതി പോലീസിന്റെ കൈവെട്ടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വെടിവെച്ചങ്ങ് കൊന്നു. ഇതാവണമെടാ പോലീസ് എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ഈ ജനങ്ങൾ കൂടുതലും ഇത്തരം പോലീസുകാരെ കൈയടിക്കുന്നത്. അപ്പൊ പോലീസുകാർക്ക് അടിക്കാനുള്ള ഒരു താല്പര്യം കൂടെ വർദ്ധിക്കുകയാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ ബോധവൽക്കരണമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. കുറ്റവാളിയായ ഒരാളെ അല്ലെങ്കിൽ ഒരു പ്രതി ചേർക്കപ്പെട്ട ഒരാളെ അയാൾ പ്രതിയാണോ, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം എവിടെയാ ഉള്ളത്? അത് കോടതിയിൽ മാത്രമേ ഉള്ളൂ. എത്രയോ വ്യാജ പരാതിയുൾമേൽ എത്രയോ പേരെ നമ്മുടെ നാട്ടിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം പോലീസുകാർ മർദ്ദിക്കണമെന്നാണോ നമ്മുടെ അഭിപ്രായം? അല്ല. ഉദാഹരണം ശ്രദ്ധിക്കേണ്ട കാരണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ പോക്സോ കേസിന്റെ കാര്യം പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന രണ്ടാനച്ഛന്മാരുടെ കഥകളൊക്കെ ഒരുപാട് ഇപ്പം പറയുന്നു. എത്രയോ വ്യാജ പരാതികൾ വരുന്നുണ്ടെന്നറിയോ? പരസ്പരം ഒരാളെ തകർക്കുന്നതിന് വേണ്ടി, ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നതിന് വേണ്ടി, നോൺ ബെയിലബിൾ ഒഫൻസ് അയാളുടെ മേലിൽ ചാർത്തുന്നതിന് വേണ്ടി വ്യാജമായി സൃഷ്ടിക്കപ്പെടുന്ന പരാതികൾ എത്ര എണ്ണം പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ടെന്നറിയോ? ഈ പരാതികൾ കിട്ടിയ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് ഇയാളെ പോലീസിന്റെ സേന പിടിച്ചുകൊണ്ട് വന്ന് ജയിലിനകത്തിട്ട് അല്ലെങ്കിൽ സെല്ലിനകത്തിട്ട് ക്രൂരമായി മർദ്ദിക്കണമെന്നാണോ നമ്മുടെ അഭിപ്രായം? ഒരിക്കലുമല്ല. പോലീസുകാർക്ക് മർദ്ദിക്കാനുള്ള അവകാശമില്ല. പോലീസുകാർ മർദ്ദിക്കാൻ പാടില്ല. ഈ നിയമവും ഈ ബോധവൽക്കരണവും നമ്മുടെ ഇടയിൽ തന്നെ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൽ നിന്ന് മാറത്തുള്ളൂ. ഇനി ഇപ്പോൾ വരുന്ന ഈ വാർത്തകൾ ഒരു വാർത്ത മാത്രമല്ല. ഇപ്പൊ നേരത്തെ കുന്നംകുളത്തുനിന്ന് ഒരു വാർത്ത വന്നു, ഇപ്പോൾ പീച്ചിയിൽ നിന്ന് ഒരു വാർത്ത വന്നു. ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന വാർത്ത അത് ഗവൺമെന്റ് സാങ്ഷനും കൊടുത്തു കഴിഞ്ഞു ഇവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള. നാം മനസ്സിലാക്കേണ്ടത് ഈ വാർത്ത വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പല പാവപ്പെട്ടവരും മടിക്കുന്നു. പല മനുഷ്യരും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ ഉപദ്രവിക്കും എന്നൊരു ഭീതി ആളുകളുടെ ഇടയിലുണ്ട്. ഇത് മാറണം. അവന്റെ അവകാശം ജനങ്ങളുടെ ഇടയിൽ പോലീസുകാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ബോധം ആളുകളിലേക്ക് വരണം. പോലീസുകാർ വളരെ സൗഹാർദ്ദപരമായി ആളുകളോട് പെരുമാറണം. കുറ്റവാളിയാണെന്ന് കാണുവാണെങ്കിൽ അവർക്കെതിരെ മാതൃകപരമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ സമർപ്പിക്കട്ടെ. അവർ തെറ്റുകാരനാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തെ പിൻപറ്റി പോവുക എന്ന് മാത്രമേ മാർഗമുള്ളൂ. ഇത്തരം വാർത്തകൾ വരുന്നതും ഇത്തരം ആളുകൾക്കെതിരെ, പോലീസുകാർക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതും പോലീസ് സേനയിലുള്ളവർക്ക് തന്നെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.